ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് മറ്റുള്ളവരോട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്, എങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുന്നത്, എന്താണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് അവർ പറയുന്നത്, ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളെ അവർ വിലയിരുത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ നമ്മളിവിടെ 9 കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ഹെർമിറ്റ് കാർഡാണ്. നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിനി കാർഡ്സിലേക്ക് പോവാം. അപ്പം കാർഡ്സിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് വരുന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. ക്യൂൻ ഓഫ് കപ്സിന്റെ ഒരു എനർജി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇമോഷണൽ, ഒരു കെയറിങ് എനർജി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഈ ഒരു പേഴ്സൺ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വളരെ ഒരു സ്നേഹമുള്ള ഒരാളും അതുപോലെ ഒത്തിരി കരുണ മനസ്സിലുള്ള ഒരു വ്യക്തിയും എന്ന രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് അങ്ങനെയാണ്. ഒത്തിരി സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹൃദയത്തിനുടമ, അതുപോലെ തന്നെ മറ്റുള്ളവരോട് കരുണ തോന്നുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവർ നിങ്ങളെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങളോട് മറ്റുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ സ്നേഹം തോന്നുന്ന ഒരു വ്യക്തിയാണ് എന്നവർ ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ച്. അത് മറ്റുള്ളവരോട് അവർ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ കരുതൽ, നിങ്ങളുടെ ഒരു സപ്പോർട്ട്, നിങ്ങളുടെ കെയർ, അതൊക്കെയാണ് അവർ കൂടുതലായിട്ട് ആളുകളോട് പറയുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ മറ്റാളുകളോട് പറയാറുണ്ടല്ലോ, അപ്പം എന്നെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഒരു വ്യക്തിക്കുണ്ട്, അല്ലെങ്കിൽ അവൻ എന്നെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട് കേട്ടോ, അതൊരു അത്ഭുതമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്നെ മനസ്സിലാക്കാൻ ഒരു കഴിവുണ്ട്, അതെനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പറയുന്ന രീതിയിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ചും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചും മറ്റുള്ളവരോട് പറയുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അടുത്തത് വരുന്നത് നൈറ്റ് ഓഫ് സോഡ്സിന്റെ ഒരു എനർജിയാണ്. അതായത് അവർ പറയുന്നത്, മറ്റാളുകളോട് നിങ്ങളെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ഒരു ഡിലേ ആയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുക. ഒത്തിരി ആലോചിച്ചതിന് ശേഷം മാത്രമാണ് തീരുമാനം എടുക്കുക. പക്ഷെ ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്നോട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്. ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെ പിന്നെ പറഞ്ഞ് എന്ത് പറഞ്ഞാലും അതിൽ നിന്ന് മാറില്ല വ്യക്തി. ആ ഒരു തരത്തിലുള്ള വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്നത് കാര്യങ്ങൾ ഒരു സത്യസന്ധമുള്ള കാര്യങ്ങൾ ആണും സത്യസന്ധമുള്ള കാര്യങ്ങളെ നിങ്ങൾ പറയാറുള്ളൂ. പക്ഷെ അതൊരു ധൈര്യത്തോടെയുമാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ ചിലർക്ക് അത് ചിലപ്പോൾ ഒരു മോശമായ രീതിയിലോ അല്ലെങ്കിൽ ഒരു ഓവർ ബോൾഡ് ആയ രീതിയിലോ, ഇതൊരു ഓവർ ബോൾഡ് ആയ ഒരു പേഴ്സൺ ആണോ അല്ലെങ്കിൽ ഓവർ ടോക്സിക് ആയ ഒരു വ്യക്തിയാണോ എന്ന രീതിയിൽ ചിന്ത തോന്നിയേക്കാം. പക്ഷെ അവരുടേതായ സ്റ്റാൻഡ് വ്യക്തമായിട്ടും ധൈര്യത്തോടും കൂടി പറയുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു ഓപ്പൺനെസ്, എല്ലാ കാര്യത്തിലും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു പ്രകൃതം, അത് ചിലർക്ക് ഒരു നിങ്ങളുടെ ഒരു പവറായിട്ട് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളൊരു വ്യക്തി എന്നുള്ളൊരു കാര്യം ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നു. ഓക്കെ, ഇനി വരുന്നത് 3 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് അവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മുന്നോട്ട് ഒരു പോകാനായിട്ട്, അതായത് ഇപ്പൊ കുറെ ആളുകളുടെ കൂടത്തിൽ നിന്ന് ടീം വർക്ക് ചെയ്ത് അവരുമായി കോപ്പറേറ്റ് ചെയ്ത് അവരിൽ ഒരാളായി മാറിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഉള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അതായത് ഏത് സാഹചര്യവുമായി ഇണങ്ങി പോകാനുള്ള ഒരു കഴിവ്, ആ ഒരു ഏത് സാഹചര്യത്തിൽ ചെന്നാലും അതിനൊരു നല്ല വശം കണ്ടുപിടിച്ച് ആ ഒരു കാര്യത്തിൽ മുന്നോട്ട് സക്സസ് ആയിട്ട് വരാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് ഈ ഒരു പേഴ്സൺ മറ്റുള്ള ആളുകളോട് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുന്നതിൽ ഒരു പെർഫെക്ഷൻ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ബേസിക്കലി ഒത്തിരി ആളുകൾ പറയുന്നുണ്ടാവാം, നിങ്ങൾ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കമ്മിറ്റഡ് ആയിട്ട് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് എന്നിങ്ങനെ പറയുന്നുണ്ടാകാം. ആ ഒരു കാര്യം തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വരുന്നത് പേജ് ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. അതൊരു ക്രിയേറ്റീവ് ഒരു എനർജി, അതുപോലെ ഒരു ഇന്നസെന്റ് ഹാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മനോഹരമായ അല്ലെങ്കിൽ ഒരു
നല്ല ഹൃദയം, നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിന് ഉടമയാണ്, അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കമായ ഒരു സൗന്ദര്യം നിങ്ങൾക്കുണ്ട് എന്നതാണ്. നിങ്ങളുടെ ആ ഒരു ബാഹ്യമായ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചില വ്യക്തികളെ കാണാനായിട്ട് ഫിസിക്കലി വലിയ ഇതൊന്നും ഇല്ലെങ്കിലും അവരുടെ മനസ്സിനുള്ളിലെ ആ ഒരു നിഷ്കളങ്കതയും സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകം ഒരു ഭയങ്കര മനോഹരമാണല്ലോ ഈ ഒരു വ്യക്തി എന്ന് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അല്ലാതെ നമ്മൾ നോക്കുമ്പോൾ ഫിസിക്കൽ പരമായിട്ടുള്ള ഒരു പ്രത്യേക ഒരു ഭംഗി അല്ലാത്ത ഒരു ഇന്നസെൻസ് കൂടുതലായിട്ട് ഈ ഒരു വ്യക്തിക്കുള്ളതായിട്ട് ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്തിട്ടുണ്ട്. അവരത് മറ്റുള്ള ആളുകളോട് പറയുന്നുണ്ട്. നിങ്ങളൊരു സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്നും ചിലർക്ക് അതൊരു ചൈൽഡിഷ് പോലത്തെ ഒരു ചാമായിട്ട് ചൈൽഡിഷ് ആയിട്ടൊക്കെ തോന്നുന്ന ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കുന്ന, ഇടപഴകുന്ന ഒരു ചൈൽഡിഷ് ബിഹേവിയർ ഉള്ള, എന്നാൽ അത് നല്ല ഇന്നസെൻസ് ആയിട്ട് കാര്യങ്ങൾ പറയുകയും നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന രീതിയിൽ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 7 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡാണ് പിന്നെ വരുന്നത്. ഈ ഒരു ഇന്നസെൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നിഷ്കളങ്കതയുണ്ട്, ഒരു കുട്ടികളുടെ ഒരു മനോഭാവത്തോട് സംസാരിക്കുക, ഇടപഴകുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും അവർക്ക് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറച്ച് പറഞ്ഞതിന് ശേഷം ഉറപ്പിച്ച് പറയാനും അതിൽ തന്നെ പിടിച്ചു നിൽക്കാനും കഴിയുന്ന ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അവരത് പറയുന്നുമുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ട്, എവിടെ നിന്നാലും നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ട് എന്നുള്ളത് അത് നിങ്ങളുടെ ഒരു ഗുണമായിട്ട് അവർ കാണുന്നുണ്ട്. അവർക്ക് അങ്ങനെ തന്നെയാണ് അവർക്ക് അത് തോന്നുന്നത്. അതൊരു നല്ല കാര്യമായിട്ട് തന്നെ അവർ കാണുന്നുണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ എന്ത് പ്രശ്നം വന്നാലും എളുപ്പത്തിൽ താഴെ വീണ് പോകുന്ന ഒരു വ്യക്തിയല്ല. എളുപ്പത്തിൽ നിങ്ങളെ അങ്ങനെ മറച്ച് താഴെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ പൊരുതി നിൽക്കും എന്ന് തോന്നുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണെന്ന് നിങ്ങളെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അപ്പോൾ പിന്നീട് നമുക്ക് വരുന്ന ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ ദ എംപ്രസ് കാർഡാണ്. ഇത് ഒരു വളരെയധികം മറ്റുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ തോന്നുന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിലുള്ള ക്യാരക്ടർ ബിഹേവിയർ ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അത് അവർ മറ്റാളുകളോട് പറയുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകളാണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ ഒരു അമ്മ നൽകുന്ന ഒരു സ്നേഹം പോലെ, അമ്മ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കെയറിങ് ഒക്കെ ഇല്ലേ, ആ രീതിയിൽ എല്ലാവരോടും കെയർ ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് ഈ ഒരു പേഴ്സൺ പറയുന്നു. അല്ല ഇനി പുരുഷന്മാര് ആണ് റീഡിങ്ങും ആയിട്ട് റെസനേറ്റ് ചെയ്യുന്നെങ്കിൽ ചുറ്റുമുള്ളവർക്ക് ഒരു ആശ്വാസം നൽകുന്ന എനർജി ഉള്ള ഒരു വ്യക്തിയാണ് എന്ന രീതിയിൽ മറ്റുള്ള ആളുകളോട് പറയാനായിട്ട്, അതായത് ഈ ഒരു പേഴ്സൺ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഏത് സിറ്റുവേഷൻ നിന്നാലും എനിക്കൊരു പോസിറ്റീവ് വൈബ് നൽകാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയും എന്ന രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ കാര്യങ്ങളാണ് അവർ മറ്റുള്ളവരുമായിട്ട് കെയർ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നൊരു അമ്മയിൽ നിന്ന് കിട്ടുന്ന ഒരു കെയർ, പ്രൊട്ടക്ഷൻ, അതായത് എന്തൊരു തെറ്റ് ചെയ്തിട്ട് വന്നാലും ഒരു അമ്മ തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പെട്ട സിറ്റുവേഷനിൽ നിന്ന് രക്ഷിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അതേമാതിരി എല്ലാവരോടും ഒരു കെയറിങ് മെന്റാലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ കാണുന്നത്. അത് മറ്റുള്ളവരോട് പറയാനായിട്ടും ഇവർക്ക് താല്പര്യമുള്ള കാര്യം തന്നെയാണ്. പിന്നെ 10 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡാണ്. ഈ ഒരു ക്യാരക്ടർ, നിങ്ങളുടെ ഒരു ബിഹേവിയർ, ക്യാരക്ടർ, ഇതൊക്കെ ഒരു സ്റ്റേബിൾ ആണ് എപ്പോഴും. അല്ലാതെ ചില വ്യക്തികളുണ്ട്, കുറച്ച് ആളുകളോട് ഒരു ഫേവറിസം, കുറച്ച് പേരോട് വേറൊരു രീതിയിൽ, അങ്ങനെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ വളരെ ക്ലോസ് ആയിരിക്കുന്ന ആളുകളുടെ ഇടയിൽ ഈ ഒരു ക്യാരക്ടർ കാണിക്കുന്നു, പിന്നെ എനിക്ക് ഒത്തിരി അറിയില്ലാത്ത ആളുകളോട് വേറൊരു ക്യാരക്ടർ കാണിക്കുന്നു. അപ്പൊ അങ്ങനെയല്ലാതെ എപ്പോഴും ഒരു സ്റ്റേബിൾ ആയിട്ടായിരിക്കും നിങ്ങളുടെ ഒരു ക്യാരക്ടർ. ഇനിയിപ്പോൾ നിങ്ങൾ തന്നെ ഒരു ഡൗൺഫോളിലോ അല്ലെങ്കിൽ ഡിപ്രഷനോ വിഷമത്തിലോ ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ആ ഒരു സെയിം മുന്നം അവരുണ്ടായിരുന്ന, ഇപ്പൊ നമുക്കൊരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നമുക്ക് മറ്റുള്ളവരോട് നമ്മുടെ ആ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു രീതിയിൽ പെരുമാറാനൊന്നും കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ഈ ഒരു പേഴ്സൺ അങ്ങനെ കഴിയും, അതായത് നിങ്ങൾക്ക് അങ്ങനെ കഴിയും എന്നാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം ഇവരെ ഒത്തിരി ഇംപ്രസ് ചെയ്ത കാര്യമാണ്. അതും അവര് മറ്റുള്ള ആളുകളോട് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒത്തിരി ഫാമിലി ഓറിയന്റഡ് ആയ ഒരു വ്യക്തിയാണ്. ആ ഒരു കാര്യം ഈ ഒരു വ്യക്തിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആളാണ്. ഒരു എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നല്ല രീതിയിൽ സെറ്റിലായിട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നും. പിന്നെ നിങ്ങളുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു പകുതി വെച്ചിട്ട് ഒരു കാര്യം ഇട്ടിട്ട് പോരില്ല. എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ബിഹേവിയർ ഉള്ള ഒരു വ്യക്തിയാണ്. ഈ ഒരു ക്യാരക്ടറൊക്കെ അവർക്ക് ഇഷ്ടമാണ്. ഇതൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ടോപ്പിക്കായിട്ട് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ 5 ഓഫ് സോഡ്സ് ആണ് നമുക്ക് വരുന്നത്. ഈ 5 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ജലസി, അസൂയ, അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയൊക്കെ പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാർഡാണ്. അതായത് ഈ ഒരു വ്യക്തി
മറ്റുള്ള ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് കുറച്ച് ആളുകൾ, നിങ്ങളുടെ കൂടെയുള്ള കുറച്ച് ആളുകൾ നിങ്ങളോട് വളരെ അസൂയയോടെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളോട് അസൂയുള്ള രീതിയിൽ സംസാരിക്കുന്നതായിട്ട് ഈ വ്യക്തി ശ്രദ്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആരും ആയിക്കോട്ടെ, അവര് നിങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങളുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്ന വ്യക്തി എല്ലായ്പ്പോഴും ജയിക്കണമെന്ന് വിചാരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന രീതിയിൽ അവർ സംസാരിക്കുന്നു. അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ ഭാഗമാണ് ശരി എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ്, ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് മറ്റാളുകൾ നിങ്ങളെക്കുറിച്ച് അസൂയയോടെയും അല്ലെങ്കിൽ നിങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെയും സംസാരിക്കുന്നത് ഈ വ്യക്തി ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ശക്തമായ ഒരു വ്യക്തിത്വം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വ്യക്തിത്വം എന്താണ്, നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആ വ്യക്തികളെ നിങ്ങളെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നതെന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഒരു വ്യക്തി പലപ്പോഴും ശ്രമിക്കുന്നതായിട്ടുള്ള എനർജീസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. 5 ഓഫ് സോൾസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വരുന്നത് ഹെർമിറ്റ് കാർഡാണ്. അപ്പോൾ ഇവിടെ അവസാനമായിട്ട് അവർ പറയുന്നത്, നിങ്ങൾ എല്ലാം തുറന്നു പറയുന്ന ഒരു വ്യക്തിയല്ല, ചിലപ്പോൾ നിശബ്ദമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട് മറ്റുള്ള ആളുകളോട്. അതായത് ഓവറോൾ എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആരുമായിക്കോട്ടെ, അവര് നിങ്ങളെക്കുറിച്ച് പറയുന്നത്, മറ്റു വ്യക്തികളോട് പറയുന്ന കാര്യങ്ങൾ നല്ലൊരു മനസ്സിനുടമയാണെന്നും അതുപോലെ നല്ല കരുതലുള്ള ഒരു വ്യക്തിയാണെന്നും, പക്ഷെ അതിനൊപ്പം തന്നെ നല്ല ശക്തിയും ധൈര്യവും നിറഞ്ഞ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നും, ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വഴിയുണ്ട്, ആരെയും അനുസരിക്കുന്ന ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ ആരെയും ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണെന്നും, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് വളരെ ഉയർന്നതാണ്, അതിനോട് മത്സരിക്കാൻ ആർക്കും കഴിയില്ല എന്നും ഇവര് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മറ്റ് ആളുകളോട് സാധാരണയായി സംസാരിക്കുന്ന ടൈമുകളിൽ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ഏപ്രിൽ മന്ത് എന്ന് പറയുന്ന ഒരു മാസമാണ്. ഓക്കെ, മാർച്ച് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ സെൻസ് ഓഫ് ഹ്യൂമർ ഒക്കെ ഉള്ള നല്ല തമാശയൊക്കെ പറയുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. എറണാകുളം ജില്ലയ്ക്ക് ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധമുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ലവബിൾ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1984 എന്ന് പറയുന്ന ഒരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 8 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ലെറ്റർ യു നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ എ കിട്ടുന്നുണ്ട്. നമ്പർ 32 നമുക്ക് കിട്ടുന്നുണ്ട്. പോലീസ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. പോലീസ് ഒക്കെ ആയിട്ട് ട്രെയിനിങ്ങിനൊക്കെ ഉള്ളവരോ, അല്ലെങ്കിൽ പോലീസ് ആകാനായിട്ട് ആഗ്രഹമുള്ളവരോ ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഡ്രൈവർ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. സ്പിരിച്വൽ പാത്ത്, ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടാവാം. മോൾ ഓൺ റൈറ്റ് ഹാൻഡിൽ മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ബേക്കർ ആകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബേക്കിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 1997 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ വയനാട് ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റെയിൻബോ സയൻസ്, ഈ ഒരു സമയത്ത് നിങ്ങൾ റെയിൻബോ സയൻസ് ഒക്കെ കാണുന്നുണ്ടായിരിക്കാം. നമ്പർ 48 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടെക് പരമായ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1982 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 33 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റെഡ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ. ആർട്ടിസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1989 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. റൈഡർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു. യോഗ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2003 നമുക്ക് കിട്ടുന്നുണ്ട്. 1992 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലെറ്റർ ഇ നമുക്ക് കിട്ടുന്നുണ്ട്. 1976 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ എൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നമുക്ക് കിട്ടുന്നത് ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്.